ഏക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള 8 ദിവസത്തെ നൊയമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ധന്യമായ ഈ നൊയമ്പ് നമുക്ക് ശോധനയുടെയും രൂപാന്തരത്തിൻ്റെയും പുതുക്കത്തിൻ്റെയും അനുഭവമായിരിക്കണം. സഹോദരങ്ങളെ, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് നമ്മൾ ധന്യരാണ്. ഓഗസ്റ്റ് 1 മുതൽ 15 വരെയും സെപ്റ്റംബർ 1 മുതൽ 8 വരെയും സഭ ക്രമീകരിച്ചിരിക്കുന്ന ഈ നൊയമ്പ് നമ്മൾക്ക് ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടിയും നമ്മുടെ ഹൃദയങ്ങളെയും ആന്തരികങ്ങളെയും ശോധന ചെയ്ത് കൂടുതൽ ആത്മീയമായി ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. അനേകായിരം ആളുകൾ ഈ പ്രതിസന്ധിയുടെ കാലത്ത് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥത പൂർണ്ണമായും ശരണപ്പെടുന്നു എന്നത് കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മകൻ്റെ അടുത്തേക്ക്, യേശുവിൻ്റെ അടുത്തേക്ക്, നമ്മുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ ഇതിൽ പരം വേറൊരു മാർഗം നമുക്കില്ല എന്ന തിരിച്ചറിവാണ് മതഭേദമില്ലാതെ ആളുകൾ അമ്മയെ തേടി എത്തുന്നത്. കർത്താവിൽ പ്രിയരെ, ദൈവമാതാവായ വിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അമ്മയുടെ അചഞ്ചലമായ വിശ്വാസം, കാരുണ്യം, ഭക്തി എന്നിവ ലോകമെമ്പാടുമുള്ള എണ്ണമറ്റ വിശ്വാസികളെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുന്നു. നാനാജാതി മതസ്ഥരായ ആളുകൾ ലോകമെമ്പാടും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയും മധ്യസ്ഥത അർപ്പിക്കുകയും ചെയ്യുന്നു. അമ്മ തൻ്റെ ജീവിതത്തിൽ കൂടി നമുക്ക് പകർന്നു നൽകുന്ന പാഠങ്ങളെ ഉൾക്കൊള്ളുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള ആഴമായ വിശ്വാസമായിരുന്നു വിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിലെ ശ്രേഷ്ഠത. കുരിശു മരണം വരെ അവൾ യേശുവിനോടൊപ്പം നിന്നു. എല്ലാം ദൈവഹിതം പോലെ ഭവിക്കട്ടെ എന്നവൾ പ്രാർത്ഥിച്ചു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് നാം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ കാണുന്നു. അമ്മ മറിയം തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം. 1. വിശ്വാസവും കീഴടങ്ങലും അമ്മയുടെ ജീവിതത്തിൻ്റെ സുഗന്ധമായിരുന്നു. 2. മാതൃസ്നേഹവും കരുതലും. 3. പ്രതികൂല സാഹചര്യങ്ങളിൽ ശക്തിയോടെ നിൽക്കുവാനുള്ള കഴിവ്. 4. ദൈവഹിതത്തോട് തന്നെ സമർപ്പിക്കുവാനും അവൾക്ക് കഴിഞ്ഞു. കർത്താവിൽ പ്രിയരെ, വിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്ന നമ്മൾ അവളിലുള്ള എല്ലാ ഗുണഗണങ്ങളും അതേപോലെ അനുകരിക്കുവാൻ നമുക്ക് കഴിയണം. അതായത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുവാനും അനുകമ്പയോടെ പെരുമാറുവാനും പരസ്പരം പിന്തുണയ്ക്കുവാനും ആത്മീയ വളർച്ചയിൽ കൂടി ദൈവത്തെ സ്തുതിക്കുവാനും നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. വിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മെ ആഴമേറിയ വിശ്വാസം, സ്നേഹം, സേവനം എന്നിവയിലേക്ക് നയിക്കണം. വിശുദ്ധിയുടെ പരിമളം വീശി മാനവകുലത്തിനു വേണ്ടി തൻ്റെ ഏകപുത്രനോട് അപേക്ഷിക്കുന്ന അമ്മയുടെ പ്രാർത്ഥന നമുക്ക് ജീവിതയാത്രകളിൽ ഉടനീളം താങ്ങും തണലുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ.